ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇടക്കാല കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന് ശേഷം സഹകരണ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി നിയമസഭ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. വാക്കൌട്ട് ചെയ്ത് പ്രതിപക്ഷം. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 296 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി നാളെ സഭയെ അഭിസംബോധന ചെയ്യും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ ഇടക്കാല കേന്ദ്ര ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും. അടുത്ത മാസം 9 വരെയാണ് സഭ സമ്മേളിക്കുക. പാർലമെന്റിന്റെ ഇടക്കാല ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യോഗത്തിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ സുഗമമായി നടത്തുന്നതിന് സർക്കാരുമായി സഹകരിക്കണമെന്നും സഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടുവരരുതെന്നും അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച വിഷയം ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചതായി കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന കടം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇടക്കാല ബജറ്റ് സമ്മേളനത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, കോൺഗ്രസ്, TMC, JDU, DMK, CPIM, ശിവസേന തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുടർച്ചയായ 3-ാം വർഷവും 7% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പ് റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക വ്യവസ്ഥ 3% മാത്രം വളർച്ച കൈവരിച്ച സ്ഥാനത്താണ് ഇന്ത്യയുടെ കുതിച്ചുചാട്ടം. രാജ്യത്തെ പൊതുമേഖലാ മൂലധന നിക്ഷേപം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2014 മുതൽ നടപ്പിലാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ചെറുഘടകങ്ങളെപ്പോലും ശക്തിപ്പെടുത്തി. അമേരിക്കയും UK-ക്കും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക സാങ്കേതിക സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയിട്ടുണ്ട്. സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന് ശേഷം സഹകരണ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ രജിസ്ട്രാർ ഓഫീസുകളുടെയും കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെയും കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 1851 യൂണിറ്റുകൾ പൊതുദേശീയ സോഫ്റ്റ്വെയർ വഴി നബാർഡുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും നടന്നു. മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ ധീര രക്തസാക്ഷികളെയും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവരുടെ ത്യാഗം എല്ലാവർക്കും പ്രചോദനം പകർന്നതായും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തും ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉഭയകക്ഷി പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ഇന്ത്യയുടെ സൌഹൃദത്തിനും പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തിയ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ശ്രീ ജയശങ്കറുമായി ചർച്ച ചെയ്തു. ഇന്ത്യയെ പശ്ചിമേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ചരക്ക് നീക്കം, പ്രാദേശിക പദ്ധതികൾ എന്നിവയും നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും താൽപര്യങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ സഖ്യകക്ഷി സർക്കാരിലെ എല്ലാ ഭരണകക്ഷി MLA-മാരുമായും കൂടിക്കാഴ്ച നടത്തി. കൂടാതെ കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതലയുള്ള ഗുലാം അഹമ്മദ് മിറുമായും മുഖ്യമന്ത്രി സൊറേൻ കൂടിക്കാഴ്ച നടത്തി. ബീഹാറിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുൻ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. യാദവിനെതിരെ CBI സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് ED ജനുവരി 19 യാദവിന് സമ്മൻസ് അയച്ചിരുന്നു.
സമാനമായ കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോണാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. ഗൌരവമുള്ള വിഷയമായതിനാൽ പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളം നിന്നുപോകുന്ന അവസ്ഥയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നേടിയെടുക്കാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്നും ഇത് സംബന്ധിച്ച നിയമസഭയിൽ സംയുക്തമായി പ്രമേയം പാസാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ സ്ത്രീ സൗഹൃദ ബൂത്തുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് വോട്ടിംഗ് അനുഭവം മികച്ചതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ബൂത്തുകളിലെ ക്യൂ നീണ്ടുപോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തണം. ആർക്കും വോട്ട് ചെയ്യാൻ അധിക നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായി നടത്തിയ യോഗത്തിലായിരുന്നു പരാമർശം. അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപം വഴി രാജ്യത്തെ വിവിധ തലങ്ങളിലുള്ള കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് DPIIT സെക്രട്ടറി രാജേഷ് കുമാർ. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഗതിശക്തി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര വ്യാപാരവും വ്യവസായവും പ്രോത്സാഹിപ്പിക്കുകയാണ് DPIIT വകുപ്പിന്റെ ലക്ഷ്യം. മെച്ചപ്പെട്ട സാമൂഹിക പദ്ധതികൾക്കായുള്ള അടിസ്ഥാന വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറാനും ഗതിശക്തി പദ്ധതിയിലൂടെ സാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തിയ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 10 വർഷം തടവ് ശിക്ഷ. ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം സ്ഥാപിതമായ പ്രത്യേക കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി വൈസ് പ്രസിഡന്റുമായ ഷാ മെഹ്മൂദ് ഖുറേഷിയും 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ലബോറട്ടറി ഗ്ലാസ് ഉപകരണങ്ങൾ തുടങ്ങി ഉപഭോക്തൃ സുരക്ഷയെ ബാധിക്കുന്ന പ്രത്യേകതരം ഉൽപ്പന്നങ്ങൾക്കായുള്ള ഗുണനിലവാര മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ശക്തമായ സംവിധാനം രാജ്യത്ത് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഇതിലൂടെ സാധിക്കും. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ത്യയിലെ ഹിമപ്പുലികളെക്കുറിച്ചുള്ള ആദ്യത്തെ അവലോകന റിപ്പോർട്ട് പുറത്തിറക്കി. 718 ഹിമപ്പുലികളെയാണ് നിലവിൽ രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 477 ഹിമപ്പുലികളെ ലഡാക്കിലും മറ്റുള്ളവയെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 215 പോയിന്റ് താഴ്ന്ന് 21,522-ലും ബോംബെ ഓഹരി സൂചിക 802 പോയിന്റ് നഷ്ടത്തിൽ 71,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൗണ്ടിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 296 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂസിലൻഡ് 21 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ് എടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ ജയിച്ച് എ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ 6-ൽ പ്രവേശിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇടക്കാല കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന് ശേഷം സഹകരണ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി നിയമസഭ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. വാക്കൌട്ട് ചെയ്ത് പ്രതിപക്ഷം. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൗണ്ടിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 296 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.